അഡിനോയിഡിന് ഏത് പ്രായത്തിലാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്? അധിക പാരന്റ്സ് ചോദിക്കുന്ന ചോദ്യമാണ് കുട്ടികൾക്ക് എപ്പോഴാണ് അഡിനോയിഡ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ പ്രായമല്ല, കുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രധാനമായിട്ടും അവരുടെ സിംറ്റംസ്, അവർ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. അധിക കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടാണ് മൂക്കടപ്പ് ഉണ്ടാവുക, രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, വായ തുറന്നു വെച്ച് ഉറങ്ങുക, അതുപോലെ തന്നെ കൂർക്കം വലി ഉണ്ടാവുക. കൂടുതൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ചെവിയുടെ കേൾവിയെ തന്നെ അത് ബാധിക്കാറുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി അലർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്ക് അഡിനോയിഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അലർജിയുടെ ഫാമിലി ഹിസ്റ്ററിയുള്ള കുട്ടികൾക്ക് ഇത് വളരെയധികം കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അഡിനോയിഡ് കൂടുതലായിട്ട് വലുതാവാനുള്ള കാരണം ബേസിക് ആയിട്ട് അലർജി തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അലർജി ട്രീറ്റ്മെന്റ് തുടക്കത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാവുന്നതാണ്. കാരണം ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. സർജറി ചെയ്ത് ഒഴിവാക്കേണ്ട കാര്യമില്ല. അഡിനോയിഡ് ആയിക്കോട്ടെ, ടോൺസിൽസ് ആയിക്കോട്ടെ, നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ സർജറി ചെയ്ത് ഒഴിവാക്കേണ്ട കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സർജറി ഒഴിവാക്കാവുന്നതാണ്. പ്രായമല്ല നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, കുട്ടികളുടെ ലക്ഷണമാണ്. നിങ്ങളുടെ കുട്ടികൾക്കും അഡിനോയിഡിന്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യൂ.